താലൂക്ക് സെമിനാറും അനുമോദനവും സംഘടിപ്പിച്ചു. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് സെമിനാറും ഗ്രന്ഥശാല പ്രവർത്തകരായ ജനപ്രതിനിധികൾക്കും വായനാ മത്സര വിജയികൾക്കും അനുമോദനവും സംഘടിപ്പിച്ചു. കരക്കേരു ഫ്രണ്ട്സ് ഗ്രന്ഥാലയത്തിൽ നടന്ന സെമിനാർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ആസൂത്രണം ചെയ്യണം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ലൈബ്രറി പ്രവർത്തകന്മാരും അവരവരുടെ പഞ്ചായത്തുകൾ ബ്ലോക്കുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ വരുത്താൻ തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സജീവമായി ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഈ മേഖലയിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ വിഹിതം എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്. പ്രാവശ്യം എല്ലാം കൂടി നമ്മൾ കൊടുത്തത് ബാക്കിയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് 25 ലാപ്ടോപ്പുകളാണ് വിതരണം ചെയ്തത്. ജനപ്രതിനിധികളെയും വായനാ മത്സര വിജയികളെയും ഡോക്ടർ പി പ്രഭാകരൻ അനുമോദിച്ചു. താലൂക്ക് പരിധിയിലെ 11 ഗ്രാമപഞ്ചായത്തുകളിലെയും 2 നഗരസഭകളിലെയും ഗ്രന്ഥശാല പ്രവർത്തകരായ 47 തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളെയാണ് അനുമോദിച്ചത്. UP ഹൈസ്കൂൾ മുതിർന്നവർ വനിതാ വായനാ മത്സരത്തിൽ താലൂക്ക് തലത്തിൽ വിജയികളായവർക്കും ചടങ്ങിൽ സമ്മാനദാനം നടത്തി. താലൂക്ക് പ്രസിഡന്റ് സുനിൽ പട്ടേന അധ്യക്ഷനായിരുന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി രാജൻ, താലൂക്ക് സെക്രട്ടറി പി വേണുഗോപാലൻ, കെ സുകുമാരൻ, പി കുഞ്ഞിരാമൻ, PV ദിനേശൻ, CV വിജയരാജ്, ടി തമ്പാൻ, എ നിത്യ, സുനീഷ് കക്കാട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലിക്കോട്. ശ്വാസം വലിച്ചോട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.